എന്തിനാ മോളെ ഓട്ടോ പിടിച്ചു വന്നത്? ഈ സമയത്ത് ഇങ്ങനെ അശ്രദ്ധമായി യാത്ര ചെയ്യാൻ പാടില്ലെന്ന് മോൾക്ക് അറിയില്ലേ? അത് പിന്നെ അച്ഛമ്മ, എനിക്ക് അവിടെ നിന്ന് ആകെ ബോറടിച്ചു. നിങ്ങളൊക്കെ ഒന്ന് കാണാൻ തോന്നിയാതാ. അങ്ങനെ തോന്നിയാൽ ഇങ്ങോട്ട് വരണം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഓട്ടോ പിടിച്ചു വരാൻ നിക്കരുത്. ഇവിടെ ഒരു കുഞ്ഞുവാവയില്ലേ, ഇവിടെ വിളിച്ചു പറഞ്ഞ കാർ അയക്കില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു വണ്ടി ഫ്ലാറ്റിലേക്ക് വിടട്ടെ? അയ്യോ വേണ്ട അച്ഛമ്മ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇത്ര പെട്ടെന്ന് പോകാനാണെങ്കിൽ നീ എന്തിനാ വന്നത്? വന്ന സ്ഥിതിക്ക് ഇനി വൈകിട്ട് തക്കട് വന്നിട്ട് പോയാ മതി, അല്ലെങ്കിൽ അവന് സങ്കടാവും മോളെ. അത് പിന്നെ അച്ഛമ്മ, ഗിരിയേട്ടൻ വരുമ്പോ രാത്രിയാവില്ലേ, അത്രയും നേരം എനിക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല. അല്ലമ്മേ, പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ടാ അവൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുമല്ല, ശ്രീ ഓഫീസിൽ നിന്ന് വരുമ്പോ ഇവളവിടെ ഉണ്ടാവണ്ടേ? അതും ശരിയാ. എന്നാ പിന്നെ മോള് പോയിട്ട് വാ. നീ എന്താ അനുരാധ ഇങ്ങനെ? ആ ഡ്രൈവറെ വിളിച്ച് ഇവളെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കാൻ പറയോ? അയ്യോ അച്ഛമ്മ, ഞാൻ വന്ന ഓട്ടോ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓട്ടോ ഞാൻ എപ്പോഴേ പറഞ്ഞു വിട്ടു. അങ്ങനെ കുലുക്കുള്ള വണ്ടിയിലൊന്നും ഇനി യാത്ര ചെയ്യാൻ പറ്റൂല. ഇവനുള്ളപ്പോ പിന്നെ വേറെ ഒരു ഡ്രൈവർ എന്തിനാ? നീ ഇവളെ ഒന്ന് ശ്രീനിഷിന്റെ വീട് വരെ കൊണ്ടുവിട്. അയ്യോ അച്ഛമ്മേ, ഞാൻ ബ്രേക്ക് ആയപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ, തിരികെ ചെല്ലാൻ നേരായി. ഓ, നീ ഇല്ലെങ്കിൽ പിന്നെ ആകാശം ഇടിഞ്ഞ് വീഴല്ലേ ഓഫീസില്. ഇവളെ വീട്ടിൽ വിട്ടിട്ട് നീ ഓഫീസിൽ പോയാ മതി. ഇവളെ കൊണ്ടുവിടാൻ പോയ ആ പേരിൽ നന്ദിതെ കാണാലോ, അത് ഞാൻ ഓർത്തില്ല. ശരി, വേഗാവട്ടെ. ഹലോ ഹലോ നന്ദു, ഞാൻ നിധിയേട്ടനെ പറ്റി ഇപ്പൊ ഓർത്തേ ഉള്ളൂ. അത് വെറുതെ. സത്യം. എന്നാ വേറൊരു സത്യം കൂടെ കേട്ടോ. ഞാനിപ്പോ നന്ദുവിന്റെ വീട്ടിലേക്ക് വരുന്നു. ഇങ്ങോട്ടോ? എന്താ വിശേഷിച്ച്? വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല, സനുവിനെ കൊണ്ടുവിടാൻ വേണ്ടി വരുന്നത്. അതേതായാലും നന്നായി, എനിക്ക് നിധിയേട്ടനൊന്ന് കാണാലോ. പക്ഷേ വീട്ടിലേക്ക് കയറുന്നില്ല. ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ പോകുന്നത് കഷ്ടമുണ്ട് കേട്ടോ. നിനക്കെന്നെ കണ്ടാ പോരെ? ഒരു കാര്യം ചെയ്യ്, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. നീ എന്തേലും കള്ളം പറഞ്ഞ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. അത് വേണോ? അത് നന്ദുവാണ് തീരുമാനിക്കേണ്ടത്. ശരി, ഞാൻ എന്തേലും പറഞ്ഞ് ഇറങ്ങാൻ നോക്കാം. ശരി, ഓക്കെ. പോ. എന്താ സനു, എന്തു പറ്റി? അതുകൊള്ളാം, നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? എന്തോർത്തിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? എന്തോർത്തിട്ടാ നിധിയേട്ടാ ഞാൻ സന്തോഷിക്കേണ്ടത്? എല്ലാവരും എന്താ വിചാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റല്ലേ സംഭവിക്കാൻ പോകുന്നത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരമ്മയാവെന്നുള്ളതല്ലേ ഏതൊരു പെൺകുട്ടിയുടെയും മോഹം. മണ്ണോ ഘട്ട, അതൊക്കെ സ്വന്തമായ ഒരു ഫ്യൂച്ചർ സ്വപ്നം കാണാൻ കഴിയാത്ത സ്ത്രീകളുടെ കാര്യം. അങ്ങനെ ശ്രീയുടെ വീട്ടിന്റെ അടുക്കള നിറങ്ങി പിള്ളേരെ നോക്കി കാലം കഴിക്കാൻ എന്നെ കിട്ടില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പൊ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ നീ ഹാപ്പിയല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും അല്ല. വീട്ടിലെല്ലാരും കൂടെ ആഘോഷിക്കുന്ന കണ്ടപ്പോ ഞാൻ കരുതി. അല്ല, അപ്പോഴും നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി എന്ത് പറയാനാ? അതുകൊണ്ട് എന്ത് പ്രയോജനം? കുഞ്ഞിനെ ഒഴിവാക്കാന്ന് എത്ര വട്ടമായി ഞാൻ അമ്മയോട് പറയുന്നു. എന്നിട്ട് എന്താ, പ്രസവിക്കണമെന്ന് തന്നെയാ അമ്മയും പറയുന്നത്. എന്തായാലും ഞാൻ ലോക്കായിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക്. നീ വെറുതെയാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. ലോകത്തിൽ ഇങ്ങനെ എല്ലാവരെയും കൺവിൻസ് ചെയ്തിട്ട് ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. നീ ആകെ കൺവിൻസ് ചെയ്യേണ്ടതും കൂടെ നിർത്തേണ്ടതും ശ്രീനിഷിനെ മാത്രം. നീയും ശ്രീനിഷും ചേർന്ന് ഇപ്പൊ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് തീരുമാനം എടുത്താ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. ഓ, അപ്പൊ പിന്നെ രക്ഷയില്ല. നിധിയേട്ടൻ എന്നെ ഒന്ന് സഹായിച്ചൂടെ? എങ്ങനെ? ഏട്ടനറിയാവുന്ന ഡോക്ടേഴ്സോ ക്ലിനിക്കോ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാൻ ഒരു ഹെൽപ്പ്.
ഇതുപോലുള്ള സ്ഥലമൊക്കെ എനിക്കെങ്ങനെ അറിയാനാ സനുമോളെ? പോരാത്തതിന് അമ്മ നോ പറഞ്ഞ കാര്യത്തില് നിന്നെ സഹായിച്ച അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അതുകൊണ്ട് സോറി മോളെ. വേണ്ട, ആരും വേണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇത് ഒറിജിനൽ കാഞ്ചീപുരം പട്ടുസാരി. ഗ്രീനും കൂടെ എടുത്തേ, നോക്കട്ടെ താഴെ. ഇത് ടസർ സിൽക്കാണ്. ബ്ലൗസിൽ നല്ല കട്ട് വർക്ക് ഉണ്ട്. ഓഹോ, എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല സാരികളൊക്കെ ഒന്ന് കാണിക്കാവോ? വൈഫിനാണോ? അതെ, അതാണ് ആള്. സുമി, ഒന്നിങ്ങ് വരാമോ? ഈ സാരി ഇഷ്ടമായോ സുമിക്ക്? എനിക്കിപ്പോ എന്തിനാ സാരി? ഞാൻ ആദ്യമായിട്ടൊന്ന് സെലക്ട് ചെയ്തതല്ലേ, ചേരുന്നുണ്ടോന്നൊന്ന് വെച്ച് നോക്കി. സുമിക്ക് ഈ ടെക്സ്ചറും കളറും ഒക്കെ നല്ല ചേർച്ച. ഉഗ്രൻ സെലക്ഷൻ സുമി. സെലക്ഷൻ എന്റെ അല്ല. എന്നാ പിന്നെ ഇത് പാക്ക് ചെയ്യട്ടെ സർ. അക്കു കണ്ടോ, കണ്ട് പഠിക്ക്. ഇങ്ങനെയാണ് ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്. അതിനെ ഞാൻ സെലക്ട് ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെടാത്തോണ്ടല്ലേ? എന്റെ മനസ്സറിഞ്ഞ് സെലക്ട് ചെയ്യാൻ അക്കുനറിയോ? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സാരി നോക്കി വാങ്ങാനൊക്കെ പഠിച്ചു. കളർ സെൻസ് ആണ് സൂപ്പർ. ഓരോരുത്തർക്ക് വരുന്ന മാറ്റങ്ങളെ. മതി കൊന്നത്. വന്നേ, ഭാര്യയ്ക്ക് ഒരു സാരി മേടിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ നാട്ടിലില്ലേ? മോളെ, നീ ഇതെങ്ങോട്ടായി പോകുന്നേ? എന്റെ ഒരു ഫ്രണ്ടിന്റെ ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പനമ്പള്ളി നഗറില്. അവളെ വിളിച്ചിരുന്നു ഇപ്പൊ. ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. പാർലറിൽ പോകുന്ന കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അമ്മേ, ആക്ച്വലി അതിപ്പോ തീരുമാനിച്ചതേ ഉള്ളൂ. അവൾ ഇപ്പോഴാ വിളിച്ചത്. അവിടെ ആവുമ്പോ പകുതി ക്യാഷും കൊടുത്താ മതി. നീ ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നു. കഷ്ടമായി പോയി. ഞാൻ അമ്മയെ വേറെ ദിവസം കൊണ്ടുപോട്ടോ. ഇതിപ്പോ ഒരാൾക്കുള്ള സമയം ഉണ്ടാവോ? അതല്ലേ. മോളെ, മോളുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് നന്നായിട്ടൊന്നും കഴിച്ചില്ലേ? വിശക്കുന്നെങ്കിൽ അമ്മ ചോറെടുക്കാം. ഞാൻ വീട്ടിലേക്കല്ലമ്മേ പോയത്. അച്ഛമ്മേനെ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചായിരുന്നു. അമ്മേ, ഞാൻ പോയിട്ട് വരാം. അച്ഛൻ വരുമ്പോ അമ്മ പറഞ്ഞാ മതി. നന്ദി എങ്ങോട്ടാ പോയത്? അവളുടെ ഏതൊരു ഫ്രണ്ട് ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്, അങ്ങോട്ട് പോയത്. എന്തൊരു സർപ്രൈസ് ആണ് നിതീഷേട്ടാ ഇത്. സത്യം പറഞ്ഞ സനുവിനെ കൊണ്ടുവിടണമെന്ന് അച്ഛമ്മ പറഞ്ഞപ്പോ ഞാൻ വേറൊരു പ്ലാനാ ഇട്ടത്. സനുവിനെ കൊണ്ടുവിടാൻ വരുമ്പോ സ്വാഭാവികമായിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമല്ലോ. അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ട് നന്ദുവിനെ കാണാമെന്ന് ഞാൻ വിചാരിച്ചേ. പിന്നെന്താ പ്ലാൻ മാറ്റിയത്? അങ്ങനെ വീട്ടിൽ വെച്ച് നിന്നെ ചുമ്മാ മിന്നയം പോലെ കണ്ടിട്ട് എന്താ കാര്യം? ഒന്നും മിണ്ടാനും പറയാനും കൂടി പറ്റത്തില്ലല്ലോ. അപ്പോഴാണ് ഒന്ന് പുറത്തു പോയാലോ എന്നൊരു ഐഡിയ കത്തിയത്. അതേതായാലും വർക്കൗട്ടായി. അച്ഛൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു.
എവിടെ പോകുന്നു, എപ്പ വരും, ആരാണ് കൂടെ ഉള്ളത്, ഇങ്ങനെ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ വന്നേനെ. അമ്മയായതുകൊണ്ട് പറ്റിക്കാൻ എളുപ്പോ. നമ്മളിതെങ്ങോട്ടാ? ചുമ്മാ ഒരു കറക്കം. ബീച്ചിൽ പോവാം, കോഫി കഴിക്കാം, പിന്നെ നമ്മുടെ യാത്രാ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം. എല്ലാം നിധിയേറ്റം ഇഷ്ടം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സന്ധ്യ ആവുന്നതിന് മുന്നേ തിരികെ വീട്ടിലെത്തിക്കണം. അത് ഞാൻ ഏറ്റു. നിധിയേട്ടാ, ഇനി വൈകിയ വീട്ടിൽ പ്രശ്നമാവേ? ഇവിടം വരെ വന്നിട്ട് സൺസെറ്റ് കാണാതെ എങ്ങനെ പോകുന്നത്? അതുകൂടെ കണ്ടിട്ട് പോയ പോരെ? അയ്യോ പറ്റില്ല, ബ്യൂട്ടി പാർലറിൽ പോണെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങിയേ. നിധിയേട്ടന്റെ കൂടെ സൺസെറ്റ് കാണണമെന്ന് ആഗ്രഹിക്കാനായിട്ടല്ല, പക്ഷെ രാത്രി അയച്ചൻ വഴക്ക് പറയും. നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പിനും ഈ പേടി കാണോ? അത് പിന്നെ ഷൂട്ടാന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ. പക്ഷേ സത്യം പറഞ്ഞ കുറച്ച് പേടിയുണ്ട് കേട്ടോ. പിന്നെ നിധിയേട്ടൻ നിർബന്ധിച്ചുകൊണ്ടാ യാത്രയ്ക്ക് ഞാൻ സമ്മതിച്ചത്. പിന്നെ സുമിതേച്ചും ഗിരിയേട്ടനും സ്ഥലത്തില്ലെന്ന് നിതീഷേട്ടൻ പറഞ്ഞതുകൊണ്ടാ. അവര് നാളെ കോഴിക്കോട്ടേക്ക് പോകും. അപ്പോ നമ്മുടെ യാത്രയ്ക്ക് യാതൊരു മാറ്റവുമില്ല. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ വരും. നിധിയേട്ടൻ ഒരാളെ വിശ്വസിച്ച് ഞാൻ കൂടെ വരുന്നത്, അത് മറക്കാതിരുന്നാ മാത്രം മതി. അയ്യോ, സംസാരിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല. നമുക്ക് പോവാം. എന്ത് ഭംഗിയല്ലേ? അത് നിതീഷല്ലേ? ആരാണോ പെൺകുട്ടി? അല്ല, ആ കിടക്കുന്നത് നിതീഷിന്റെ കാറല്ലേ? അവനെന്താ ഇവിടെ? അയ്യോ, ഗിരിയേട്ടനാണല്ലോ. ഹലോ. ഹലോ നിതീഷേ, നീ എവിടെയാ? ഞാൻ പുറത്താണ് ഗിരിയേട്ടാ, ഒരു ഫ്രണ്ടിന്റെ കൂടെ. ബീച്ച് റോഡിൽ നിന്റെ കാർ കണ്ടല്ലോ, അതാ വിളിച്ചത്. അതെ. അല്ല, ഏട്ടനെ വഴിക്ക് അങ്ങോട്ടാ? ഞാൻ മാത്രമല്ല, നിന്റെ ഏട്ടത്തിയുണ്ട് കൂടെ. ഞങ്ങളൊരു ചെറിയ സൺസെറ്റ് ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയതാ. ആഹാ, ഏട്ടത്തിയുണ്ടോ? നീ എന്തിനാ പേടിക്കുന്നേ? അവരവരുടെ വഴിക്ക് പോയിക്കോളും. നിന്നെ കാണാനൊന്നും പോകുന്നില്ല. എന്താടാ, വേറെ എന്തെങ്കിലും കുഴപ്പമില്ല ഉണ്ടോടാ? ഏയ്, എന്ത് കുഴപ്പം? എല്ലാം ഓക്കെയാണ്. ശരി, ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ പോവാണ്, അപ്പൊ വീട്ടിൽ കാണാം. എന്നാ ശരി ഏട്ടാ. ഞാൻ പേടിച്ചു പോയി. ഇങ്ങനെ പേടിച്ചാ എങ്ങനെ ജീവിക്കാൻ പറ്റും മോളെ? നീ ഇങ്ങോട്ട് വന്നേ. അവനേതോ ഒരു ഫ്രണ്ടിന്റെ കൂടെ വന്നതാ. നമ്മളെ പോലെ വൈകിട്ട് സൺസെറ്റ് ഒക്കെ കാണാൻ ഇറങ്ങണമെങ്കിൽ അതെന്തായാലും ഒരു പെൺസുഹൃത്താകാനാണ് സാധ്യത. സുമിക്ക് എന്ത് തോന്നുന്നു? നമുക്ക് എന്തായാലും സ്വർഗത്തിലേക്ക് കട്ടുറുമ്പാവണ്ട, പതുക്കെ പോവാം അല്ലേ? എല്ലാവരും പ്രേമിക്കട്ടെന്നേ. സുമിക്ക് എന്ത് പറ്റി? ഒരു മൂഡ് ഓഫ് ആണല്ലോ. ബീച്ച് വെച്ച സുമിയെ ഞാൻ ശ്രദ്ധിക്കുകയാണ്. എന്തോ ഒരു കാര്യം തന്റെ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ കോഴിക്കോട് യാത്രയെ കുറിച്ച് ആലോചിക്കായിരുന്നു. അതിനിപ്പോ ഇത്ര ആലോചിക്കാനെന്നിരിക്കുന്നു? ദൂരെ എവിടെയല്ലോ, കോഴിക്കോട് വരെയല്ലേ പോകുന്നുള്ളൂ. യാത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് അച്ഛനോടും അമ്മയോടും വിളിച്ചു പറഞ്ഞില്ല. എന്തായാലും അതിനെ വൈകിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം അല്ലേ? എന്റെ സുമി, ഇതിനൊക്കെ എന്റെ പെർമിഷൻ വേണോ? നിനക്കങ്ങ് വിളിച്ചാ പോരെ? സുമി മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
നാളെ ഞാനും ഗിരിയും കൂടെ ഒരു യാത്രയ്ക്ക് പോവാണ്. യാത്രയോ? എങ്ങോട്ട്? കോഴിക്കോട് വരെ ഒന്ന് പോവാമേ. ഗിരിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എന്നെ കൂടെ കൂട്ടുന്ന. ആഹാ, അത് നന്നായി മോളെ. സന്തോഷായിട്ട് പോയിട്ട് വാ. അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ആമേ, ഒരു കാര്യം കൂടെ. അമ്മ നന്ദു ഉണ്ടോ അവിടെ? ഒന്ന് ഫോൺ കൊടുത്തേ. അതിന് നന്ദു ഇവിടെ ഇല്ലല്ലോ മോളെ. അവള് സന്ധ്യാസമയത്ത് എവിടെ പോയതാ? അവളുടെ കൂട്ടുകാരിയുടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അമ്മ ഒറ്റ ഒരുത്തി അവളെ ഇങ്ങനെ വഷളാക്കുന്നത്. ഈ സമയത്താണോ ആരെങ്കിലും പാർലറിൽ പോകുന്നത്? നിനക്കിത് എന്തു പറ്റി സുമി? അവള് പാർലറിലൊക്കെ എപ്പോഴും പോകുന്നതല്ലേ. അവൾ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. 1/2 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നും പറഞ്ഞു. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട സുമി. ശരി ശരി. നന്ദുവിന്റെ കാര്യത്തിൽ അമ്മയ്ക്കില്ലാത്ത ടെൻഷനാണല്ലോ സുമിക്ക്. കാലാദാഗിരി, അവളുടെ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു ശ്രദ്ധയില്ല. നന്ദുവിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയും സുമിക്ക് വേണ്ട. അവൾ ആള് സ്മാർട്ടാണ്. നിതീഷിനൊപ്പം കണ്ടത് ഒരിക്കലും നന്ദു ആവില്ലേ? ഇനിയും ഈ സസ്പെൻസ് തുടരുന്നതിൽ അർത്ഥമില്ല. രഹസ്യങ്ങൾ എന്തായാലും ചുരുളഴിഞ്ഞേ പറ്റൂ. ഗിരി വരുന്നതിന് മുമ്പ് നോക്കിയാലോ? ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ മാത്രം ഗിരിയും ഈ സ്ത്രീയും തമ്മിൽ എന്താ ബന്ധം? ഇതാരാണെന്നറിയാനുള്ള ഒരേ ഒരു വഴി അച്ചമ്മയാണ്. അച്ചമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കാം. സുമിയുടെ ഒരു കാര്യം, ഇങ്ങനെയാണോ ഇതൊക്കെ പാക്ക് ചെയ്യേണ്ടത്? സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ദാമോദരേട്ടനെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? ഇത് പാകം നാശമാക്കിയല്ലോ. അമർന്ന പൊൻകലശയും മറ്റുള്ള കൈപ്പത്തിലും നാരങ്ങാകരിയും കരിമ്പു ധനുഷും ശൂലം ധതാചക്രവും പിന്നെ പങ്കജമുട്ടു പാശമുടനെ നീലോൽപ്പലം വില്ലുമായി കൊമ്പും കൊണ്ടരലും വിനായകൻ എനിക്കേറ്റം തുണച്ചിടേണം. ഭഗവാനേ ഈശ്വരാ രക്ഷിക്കണേ. ഭഗവാനെ. ഇതെപ്പോ വന്ന്? അച്ചമ്മ നാമം ജപിക്കുന്ന കണ്ടപ്പോ വന്ന് കൂടിയിരിക്കണം തോന്നി. ചക്കര. വീട്ടിലായിരുന്നപ്പോ രാവിലെയും വൈകിട്ടും ഇങ്ങനെയുള്ള പതിവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ എന്താന്നറിയില്ല, എല്ലാം താളം തെറ്റി. സാരമില്ല മോളെ, ഇവിടെ ഇരുന്ന് മനസ്സ് തുറന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കേ. അച്ചമ്മേ, ഇതാരുടെ ഫോട്ടോ എന്നറിയോ? എന്താ അച്ചമ്മേ, അച്ചമ്മയ്ക്ക് അറിയാവുന്ന ആളാണോ? ഇതിപ്പോ മോക്ക് എവിടുന്ന കിട്ടിയത്? അല്ലമാരയില് ഗിരി സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു പെട്ടിന്ന് കിട്ടിയതാ. പറയാ അച്ചമ്മേ, ആരാ ഇത്? ഇത് മഹാലക്ഷ്മിയാ മോളെ. ആരേ മഹാലക്ഷ്മി? മരിച്ചുപോയ ഏതെങ്കിലും ബന്ധുവാണോ? അമ്മ. അവന് നൊന്തു പ്രസവിച്ച അവന്റെ സ്വന്തം അമ്മ. ഗിരിയുടെ സ്വന്തം അമ്മയോ? അച്ഛമ്മേ, എന്നിട്ടെന്താ ഈ വീട്ടിൽ അവരുടെ ഒരു ഫോട്ടോ പോലും വെക്കാത്തത്? അച്ഛന്റെ ശ്രാദ്ധം ഒരിക്കൽ കൂടെ മുടക്കാത്ത ഗിരി സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആണ്ടുബലി പോലും ഇടുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ.
മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാത്ത ഒരാൾക്ക് വേണ്ടി അത് ചെയ്യാനാവില്ലല്ലോ മോളെ.